കണ്ണാടിയിൽ മുഖം നോക്കാം. നീ ടെൻഷൻ അടിക്കണ്ട, നിന്നെ ഞാൻ നല്ലൊരു കവിയാക്കാം. അടികൈ. പക്ഷെ ഞാൻ എങ്ങനെയാണ് പഠിക്കുക? ക്ലൈമറ്റ് വർഷം 4 ഞാൻ ഒരു വരിയെ പറയുള്ളൂ, അടുത്ത വരി നീ പറയ്. ഓക്കെ. അക്കുത്തിക്കുത്ത് ആന വരമ്പത്ത് കല്ലേക്കുത്ത് കരിങ്കുത്ത്. അത് ഏത് കുത്താണെങ്കിലും ശരി, അങ്ങയുടെ കവിത കേട്ടാൽ ആരും കുത്തു. അടി കൈ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓ ആശാനേ, ഞാനിതാ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ആരാത്? ഇത് ഞാനാ, സംശയമുണ്ടോ? ഇല്ല, വിശ്വാസമുണ്ട്, ഇത് നീ തന്നെയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു, എങ്ങനെ പിടികിട്ടി? കാരണം ഇത്ര വൃത്തികെട്ട പാട്ട് നിന്നെ കൊണ്ടേ പാടാൻ കഴിയൂ. എന്നെ റിഹേഴ്സൽ ചെയ്യാൻ അനുവദിക്ക്, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും. സാരി. ഓ, മ്യൂസിക് ഇട്ടിരിക്കുകയാണോ? അവസരത്തിൽ പാടുന്ന ഇവൻ സ്വരത്തിൽ എങ്ങനെ പാടിന്ന് ആലോചിക്കായിരുന്നു. എന്റെ പൊന്നു വലിയ ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ പോവാ. അല്ല, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ഞങ്ങൾ എല്ലാവരും ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ പോവാ. ആ, അത് ശരി. അങ്ങനെയാണെങ്കിൽ എന്റെ ടാലന്റ് ഞാനും കാണിക്കാം. ബണ്ണി, ഞാൻ നിന്നെ പോലെ ഡാൻസ് ചെയ്യട്ടെ. ഹണി, നിന്റെ ഈ ഡാൻസ് ഒന്നും അവിടെ വിലപ്പോവില്ല. ഡാൻസ് എന്തിനാ വില പോകുന്നത്? ഡാൻസ് കളിക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതേ വേറെ പോലെ ഡാൻസ് കളിക്കണമെന്നാ. എന്റെ കൊച്ചളിയ, വേറെ പോലെ ഞാൻ പിന്നെ കളിക്കാം. ആദ്യം കളിക്കേണ്ട ഡാൻസ് പറ. എന്റെ പൊന്നു വലിയ അളിയന്റെ ഡാൻസ് കണ്ടാ ഞാൻ തന്നെ ഡാൻസ് മറന്നു. അളിയൻ കളിക്ക്, എന്നിട്ട് ഞാൻ കളിക്കാം. പോപ്പട്ട്, സൗണ്ട് പോയി. ഇതുപോലെ തന്നെ ചെയ്യണോ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? എന്താ അളിയാ, എന്തു പറ്റി? ഒരേപോലെ ചെയ്യാണെങ്കിൽ കാണുന്നവർ വിചാരിക്കും നമ്മൾ രണ്ടുപേരും കോപ്പി അടിക്കുകയാണെന്ന്. ഓയ്, മര്യാദക്ക് എല്ലാവരും വായടക്ക്. ഞാൻ ഇപ്പോൾ തന്നെ മ്യൂസിക് ഓൺ ചെയ്യാൻ പോവാണ്. ഒരു കുഴപ്പമില്ല, നിന്റെ ഉള്ളിൽ വേറെ ടാലൻസ് ഉണ്ടാവും. അതെയോ? ശരിയെന്നാ ഞാൻ പോയി അത് കണ്ടുപിടിക്കാം. ഇതാ കണ്ടോ എന്റെ മറ്റൊരു ടാലന്റ്. എന്റെ അമ്മോ, ഇതെന്ത് ഡ്രാമയാ? ഇത് ഡ്രാമയല്ല, ഇത് ടാലന്റാ. എടാ എന്റെ പൊന്നു ഹണിക്കുട്ട, ഒന്ന് സൂക്ഷിച്ച്. ഞാൻ സൂക്ഷിച്ചു തന്നെ ചെയ്യുന്നത്, പക്ഷെ സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. കണ്ടോ, ടാലന്റ് ഷോയിൽ എന്റെ പുറത്തേക്ക് വരേണ്ട തക്കാളികളെല്ലാം നിങ്ങളുടെ പുറത്ത് കൊണ്ടുവന്ന് കരുതിയാ മതി. നീ ടെൻഷൻ അടിക്കണ്ട അളിയാ, നിന്റെ ഉള്ളിലെ ടാലന്റ് ഞങ്ങൾ കണ്ടെത്താ, മനസ്സിലായ? ആ പൊന്നളിയാ, നീ പെയിന്റിങ് അതൊരു വലിയ ടാലന്റാ. അത് കൊള്ളാം, ഞാൻ എന്തായാലും പെയിന്റിങ് ചെയ്യാം. അടിച്ചു പൊളിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ടാലന്റ് കാണിക്കുകയാണെങ്കിലേ പുറത്തു പോയി കാണിച്ചാ മതി, അല്ലെങ്കിൽ വീടിനും എനിക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ല, ഞാൻ എന്താ വരയ്ക്ക? അറിയാവുന്ന എന്തെങ്കിലും വരയ്ക്കട്ടെ? അളിയൻ വരച്ചോ? ആ, എങ്കിൽ ഞാൻ കാട് വരയ്ക്കട്ടെ? വരയ്ക്കേ, വേഗം വരയ്ക്കേ. ആ, ഞാൻ ട്രെയിൻ വരയ്ക്കട്ടെ? എടാ, നീ ട്രെയിനോ കാറോ പ്ലെയിനോ എന്തെങ്കിലും ഒന്ന് വരച്ച് തൊലക്ക്. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാം എന്ത് വരയ്ക്കണമെന്ന്.
പൊന്ന് ഹണി 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുക. പെട്ടെന്നൊന്ന് വരയ്ക്കടേ. നീ പെയിന്റ് ചെയ്ത് തീരുമ്പോ ടാലന്റ് ഷോയും തീർന്നു പോകൂടെ. പെയിന്റിംഗ് റെഡിയാണ് കൂട്ടുകാരെ. ഹണി നീ എന്താണ് വരച്ചു വെച്ചത്? ഞാൻ ഇതിൽ നിങ്ങളുടെ 3 പേരുടെയും ചിത്രം വരച്ചു, ഐസ്ക്രീം കഴിക്കുന്നത് പോലെ. എന്നാൽ ഞാൻ എവിടെയാണ്? ഇതാ ഇവിടെയുണ്ട്. അപ്പൊ ഞാനെവിടെ? നീയും ഇവിടെ തന്നെയുണ്ട്. എടാ നമ്മൾ ഇവിടെയല്ലേ ഉള്ളൂ, പെയിന്റിങ്ങിനകത്തൊന്നും നമ്മൾ ഇല്ലല്ലോ. അതിന് കാരണം പെയിന്റിംഗ് കാണാനായി നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് വന്നല്ലോ, അതുകൊണ്ടാ. ശരി, അങ്ങനെയാണെങ്കിൽ ഐസ്ക്രീം എവിടെ? അതിന് ഐസ്ക്രീം മുഴുവനും നിങ്ങൾ കഴിച്ചല്ലോ. ഇനി ഹണിക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? എന്തായാലും ഹണിയുടെ ടാലന്റിന് വേണ്ടി നമുക്കൊരു പിക്ചർ ഉണ്ടാക്കാം. ഹണി വില്ലന്മാരെയൊക്കെ അടിച്ചിട്ട് ഒരു ഹീറോയാവുന്നു. ഞാൻ ഹീറോ ആവുന്നത് ഓക്കെ, പക്ഷെ വില്ലന്മാരാരായാലും തണ്ടും തടിയുള്ള ഒരുത്തനാവരുത്, പറഞ്ഞേക്കാം. എടാ നിങ്ങളോ എന്താ ടംബിൾസ് അടിക്കാൻ പോവുകയാണോ? പോപ്പട്ടെ, ഡമ്പൽ എടുത്ത് കളിക്കണ്ട. ഡമ്പലിന്റെ അടിയിൽപ്പെട്ട് ചമ്മന്തി ആവും. താൻ പറഞ്ഞ ശരി തന്നെയാ. അല്ല, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? തോത്താറാമേ, ഹണിക്കൊരു ടീച്ചർ വേണം, എവന്റെ ഉള്ളിലുള്ള ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ. ഞാനാകാം ഇവന്റെ ടീച്ചർ. അപ്പൊ സംഭവം അടിപൊളി ആകുമല്ലോ. എന്നാ പറയേ, ഹണിക്ക് എന്തൊക്കെ ടാലന്റാണ് ഉള്ളത്? കരാട്ടെ. കരാട്ടെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒന്നാണ്. വേണമെങ്കിൽ ഞാൻ കാണിക്കട്ടെ. ൂർക്കം വരിയല്ലേ എന്റെ പൊന്നെ. കരാട്ടെ ഏതാ ഇതുപോലെ. ശരിയെന്നാ, ഇനി നിന്റെ ഊഴമാണ്. വേഗം ഇടിച്ച് പൊട്ടിക്കുക. പക്ഷെ പൊട്ടിക്കേണ്ടത് ഏതാണ്? ഓടാണോ അതോ കയ്യോ? എന്റെ പൊന്നെ, നീ ആ ഓടൊന്ന് പൊട്ടിക്കേ. പൊട്ടിപ്പോയി. എന്റെ ചക്കരെ, ഇനി അത് പൊട്ടിയിട്ടില്ലടാ. പൊട്ടിയെന്ന് പറഞ്ഞത് എന്റെ കയ്യാ. അമ്മച്ചി, എന്റെ കൈ പൊട്ടിയേ. ഇനി എന്ത് ചെയ്യും തോത്താറാം? വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മനസ്സിൽ? വേണ്ട, വിട്ടേക്ക് കൊച്ചളിയാ. തോത്താറാമിന്റെ ടീച്ചിങ് കാരണം എന്റെ കൈന്റെ പണി തന്നെ പോയിരിക്കുക. കാര്യം വളരെ സിമ്പിൾ ആണ്. ഇവനെ കൊണ്ട് കരാട്ടെ എന്നുള്ള സംഭവം തന്നെ നടക്കില്ല. എന്നാ പിന്നെ ഓട് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പറഞ്ഞുകൂടായിരുന്നോ? പക്ഷേ കാര്യം കൺഫേം ചെയ്യണമല്ലോ. അല്ല, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. എന്ത് ഇവിടെ വല്ല അനുദാനം കൊടുക്കുന്നുണ്ടോ? ഇവിടെ അന്നദാനമൊന്നുമില്ല. ഞങ്ങള് ഹണിയുടെ ടാലന്റിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക. നിന്റെ പക്കൽ എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അത് ഹണിക്ക് പറഞ്ഞു കൊടുക്ക. എന്റെ പൊന്നെ, ഞങ്ങളൊക്കെ ഭൂമിക്കടി ജീവിക്കുന്നവരാ. ഞങ്ങൾക്ക് ആകെ ഒരു ടാലന്റേ ഉള്ളൂ, അതിങ്ങനെ ഭൂമിയെ തുറക്കുന്നതാ, അത്ര തന്നെ. ഇതൊക്കെ ഒരു ടാലന്റ് ആണോ? അത് ശരി, ഇതൊരു ടാലന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂമി ഒന്ന് തുറന്ന് താൻ അടുത്ത വീട്ടിലേക്ക് ഒന്ന് പോയി കാണിച്ചേ. എന്റെ ടാലന്റിനെ പുച്ഛിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. വലിയ ടാലന്റ് എന്ന് വെച്ചാൽ ടാലന്റ് തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഞാനും ഭൂമി തുറന്ന് കുഴിയുണ്ടാക്കാൻ പോവാ. എല്ലാരും വാ, എന്റെ ടാലന്റ് ഞാൻ കാണിച്ചു തരാം. ശരിയെന്നാ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ദേ നോക്കി, ഇവിടെയോ കുഴിക്കേണ്ടത്, ഇവിടെ. പക്ഷെ എങ്ങനെ? ഡെമോ കാണിക്കേ. ശരിയെന്നാ. എടാ നീ എന്താ ഈ കാണിക്കുന്നത്? കണ്ണ് മുഴുവൻ മണ്ണ് വാരി എറിഞ്ഞോണ്ടിരിക്കുകയാണ്. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നീ ചെയ്ത് കാണിക്ക്. വേഗം വന്ന് മണ്ണ് കുഴിക്കാൻ നോക്കട്ടെ.
കണ്ടോ എല്ലാവരുടെയും ടാലന്റ് വെള്ളത്തിലായിരിക്കാണ്. എന്തൊക്കെയാണെങ്കിലും ശരി, ഈ ഹണി ഉണ്ടല്ലോ വലിയ തമാശക്കാരൻ തന്നെയാണ്. ഇത്ര എന്റർടൈൻമെന്റ് എവിടെ നിന്ന് കിട്ടാനാണ്? നമുക്കെപ്പോഴും തെങ്ങാണ് തേങ്ങ തരുന്നത്. എല്ലാവരും എവിടുന്നാണ് ഒരുമിച്ച് വരുന്നത്? അടികൈ. കണ്ണ സാറേ, അതെന്താന്ന് വെച്ചാ രാവിലെ മുതൽ ഞങ്ങൾ ഹണിയുടെ ടാലന്റ് അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. വലിയ വണ്ടി വരുമ്പോൾ കൊടുക്കണം സൈഡ്. ടാലന്റ് അന്വേഷിക്കുകയാണെങ്കിൽ ഞാനും കൂടാം നിങ്ങളുടെ സൈഡ്. അടികൈ. രാവിലെ തൊട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ടാലന്റ്. അന്നാ സാറേ, ഞങ്ങൾക്ക് ഇപ്പൊ പോവണം റെസ്റ്റോറന്റ്. അങ്ങ് തന്നെ കൈ അടിച്ചോ. എടാ ഹണി, നീയും കന്നാസാറിനെ പോലെ കവിത പറയുകയാണല്ലോ. നീ കന്നാസാറിന്റെ അടുത്തൊന്ന് കവിത പറയാൻ പഠിക്കേ. കണ്ണാടിയിൽ മുഖം നോക്കാം. നീ ടെൻഷൻ അടിക്കണ്ട, നിന്നെ ഞാൻ നല്ലൊരു കവിയാക്കാം. അടികൈ. പക്ഷെ ഞാൻ എങ്ങനെയാണ് പഠിക്കുക? ക്ലൈമറ്റ് വർഷം 4 ഞാൻ ഒരു വരിയെ പറയുള്ളൂ, അടുത്ത വരി നീ പറയ്. ഓക്കെ. അക്കുത്തിക്കുത്താന വരമ്പത്ത് കല്ലേ കുത്ത് കരിങ്കുത്ത്. അത് ഏത് കുത്താണെങ്കിലും ശരി, അങ്ങയുടെ കവിത കേട്ടാൽ ആരും കുത്തു. അടികൈ. ദുഃഖം വന്നാൽ കാണിക്കും കരിങ്കൊടി, നീ കാണിക്കുന്നതെല്ലാം കോമഡി. അടികൈ. കിട്ടിപ്പോയി. എന്താണ് കിട്ടിയത്? എന്റെ പൊന്നളിയാ, നിന്റെ ടാലന്റ് കിട്ടിപ്പോയടാ. അതെയോ? എങ്കിൽ നീ തന്നെ വെച്ചോ, എനിക്ക് വല്ലാത്ത ക്ഷീണോ. ഇതാണ് നിന്റെ ടാലന്റ്. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നത് വലിയൊരു ടാലന്റാ. ശരിയാണ്, രാവിലെ മുതൽ നീ എല്ലാരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ എന്റെ ടാലന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ ടാലന്റ് വെച്ച് വേഗം പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ഓ ഓ, ഹണിയുടെ ടാലന്റ് കിട്ടിപ്പോയി, നമ്മുടെ ടാലന്റ് ഒക്കെ പൊട്ടിപ്പോയി. ഇനി ഓഡിയൻസിന്റെ അടുത്ത് ടാലന്റ് അല്ല, ഡോക്ടറെ അടുത്ത് പോയി ശരീരം കാണിക്കാം. സംശയമുണ്ടോ?